ഇന്ന് ഫെബ്രുവരി 1. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാഹനമാണ്. മെക്ലാരൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ 720S എന്ന് പറയുന്ന മോഡൽ. ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉള്ള വാഹനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രശസ്തമാണ് മെക്ലാരൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി. ഒരുപക്ഷെ ഫോർമുല 1 ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സുപരിചിതമായ പേരാണ് എന്നും പറയാം. അവരുടെ 720 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോഡലാണ് മെക്ലാരൻ 720S എന്ന് പറയുന്ന മോഡൽ. അതുകൊണ്ടാണ് ആ പേരിൽ 720 എന്ന് ആഡ് ചെയ്തേക്കുന്നത് എന്നതാണ്. വേറൊരു കാര്യം, ഈ വാഹനത്തിന്റെ ഉടമ ഇൻഡോ ഇലക്ട്രിക് മാർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണർ ആയിട്ടുള്ള സാനന്ദ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാഹനത്തെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് എയറോഡൈനാമിക് ഡിസൈൻ അത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഡിസൈൻ എലമെന്റുകൾ മെക്ലാരന്റെ ഒരു മുഖമുദ്രയാണ് എന്ന് പറയാം. എന്നാൽ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെഡ് ലാമ്പ്. എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് ഹെഡ് ലാമ്പ് എന്നാണ്. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും. പക്ഷേ ആക്ച്വലി ഹെഡ് ലാമ്പ് വരുന്നത് ഇതാണ്, ഇതിനകത്താണ്. ഈ ഭാഗം ശരിക്കും ഒരു ഇൻഡിക്കേറ്റർ DRL പർപ്പസ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് ഒരു എയർ ഇൻടേക്ക് ആണ്. അത് എയറിനെ സക്ക് ചെയ്ത് കളയും. അത് ഫംഗ്ഷനിങ് ആണ്. പക്ഷെ അവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ഹോള് പോലെ ഓപ്പൺ അല്ല എന്ന് പറയേണ്ടി വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു എയർ ഡാം യൂണിറ്റ് കാണാം. അതേപോലെ തന്നെ ഈ ഒരു ഒഴുക്കൻ ഡിസൈൻ ഇല്ലേ, വാഹനം മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് തട്ടുന്ന എയർ ഇതുവഴി ഇങ്ങനെ റൂട്ട് ചെയ്ത് ബാക്കിലേക്ക് കയറ്റി വിടുകയാണ് ശരിക്കും ചെയ്യുന്നത്. അത്രമാത്രം പ്രോപ്പർ എയറോഡൈനാമിസം, അത് നമ്മളൊരു വാക്കാണ്, ആ സാധനം ഇതിനകത്ത് കാണാൻ പറ്റും. അത് കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എന്നതാണ്. ഫ്രണ്ടിൽ ശരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ മെക്ലാരൻ്റെ ഒരു ലോഗോ കാണാം, ഒരു ആരോ ഒക്കെ ആയിട്ട് മുകളിൽ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ലിപ്പ് ഭാഗം ഒരു ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇവിടെ വന്നിടിക്കുന്ന എയറിനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് കളയാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ എൻ്റെ ഭാഗത്തൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ വന്നാൽ തടയാനായിരിക്കും. കാരണം ഈ ഒരു ഭാഗം ഓപ്പൺ ആവുന്നത് വീലിലേക്കാണ്, ബ്രേക്കിനെ തടുപ്പിക്കാനാണ് അത് സഹായിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു എയർ കർട്ടൻ കാണാം. ആക്ച്വലി ഇതിനൊരു ഓപ്പണിംഗ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിലും വരാത്ത എയറിനെ പുറത്തേക്ക് തട്ടിക്കളയാൻ ഈ ഒരു ഭാഗം സഹായിക്കുമെന്നതാണ്. വീല് 19 ഇഞ്ച് വീലുകളാണ്, 5 സ്പോക്കാണ്, ബ്ലാക്ക് തീമാണ്. അതിനകത്ത് മെക്ലാരൻ്റെ ഒരു ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഈ കളർ നല്ല രസമുണ്ടല്ലേ. അതുപോലെ 720S എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ഇനി മൂവ്മെന്റിന്റെ സമയത്ത് വീല് വഴി ഉണ്ടാവുന്ന എയർ സ്പിൻ അങ്ങനത്തെ കാര്യങ്ങളെ പുറത്തേക്ക് കളയാൻ ഈ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പണിംഗ് ശരിക്കും കണ്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ പുറത്തേക്ക് തള്ളിക്കളയും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയും ഒരു സൈഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എയറോഡൈനാമിക് എലമെന്റുകൾ ചേർന്നിട്ടാണ് ഈ വണ്ടിയെ നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയാം. കാറ്റിൻ്റെ ഗതി അനുസരിച്ച് ഒരു ഒഴുക്കിൽ ഇങ്ങനെ പാറിപ്പോവാൻ അത് സഹായിക്കും എന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്തുണ്ടോ ഇവിടെ ഒരു വലിയ എയർ ഡാം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻജിനിലേക്കാണ് ഈ ഒരു എയർ സപ്ലൈ പോകുന്നത്. എൻജിനെ തടുപ്പിക്കാൻ അത് സഹായിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം ഉണ്ട്. അത് ഞാൻ ആ ബാക്കിലേക്ക് വരുന്ന സമയത്ത് പറയാം. ഇനി ഡോർ ആക്ച്വലി ഒരു ബട്ടർഫ്ലൈ ഡോർസ് ആണ്. ഇനി ഡോർ ഓപ്പണിങ് ആക്ച്വലി ഈ ഒരു എയർ ഡാം ഭാഗം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ, അതിനകത്തേക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു പ്രസ് ചെയ്യാനൊരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാം. ഈ ഡോർ ഓപ്പണിങ്ങിന്റെ മറ്റൊരു വലിയ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഭാഗം കൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡോർ ഓപ്പണിങ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ബട്ടർഫ്ലൈ ആണ്, പക്ഷേ ഇതും കൂടി ചേർന്നിട്ടാണ് ഇത് ഓപ്പൺ ആവുന്നതാ. യെസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയോട് ടച്ച് ചെയ്ത് തന്നെയാണ് ഈ ഡോർ ഓപ്പൺ ആവുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഇത് ആക്ച്വലി പോകുന്നില്ല. ഈ ഒരു കണക്ഷൻ കണ്ട ബോഡിയിലേക്ക് അത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അകത്തേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. യെസ്, വലിയ ഡോറുകളാണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി ഈസി ടു യൂസ് എന്നുള്ള രൂപത്തിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഫ്യൂവലിൻ്റെ ഭാഗം ഇവിടെയാണ്, ഇതാണ് കൊടുത്തേക്കുന്നത്. കമ്പാരിറ്റീവ്ലി ചെറിയ ഫ്യൂവൽ ടാങ്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം 3-4 ഒക്കെ ആയിരിക്കും ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാന്നുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് വരുന്ന എയറിനെ ഈ ഒരു ഭാഗത്തൂടെ ബാക്കിലേക്ക് ഇത് ഒഴുക്കിക്കളയാൻ ഒരു ഫെസിലിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടെയാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. 720 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 4 ലിറ്റർ എൻജിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. അപ്പോൾ അതിന് വേണ്ട ബ്രീത്തിങ് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ സ്പോയിലർ, ഇത് ആക്ച്വലി നമുക്ക് സ്പീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അകത്തൊരു ബട്ടൺ ഉണ്ട്, അത് ഉപയോഗിച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോയിലറാണ്. ടൈൽ ലാമ്പ് നോക്കിയാൽ വെരി നാരോ ടൈൽ ലാമ്പാണ്. അതുപോലെ തന്നെ മെക്ലാരൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതിനെ ചുറ്റിക്കൊണ്ട് ഗംഭീരമായ 2 എക്സോസ്റ്റും കാണാം അല്ലേ.
എൻ്റെ മോനെ ശരിക്കും പറഞ്ഞ റോക്കറ്റൊക്കെ നിൽക്കുന്ന പോലെ ശരിക്കും നല്ല ഫീലുണ്ട് ഇതിലൊരു എക്സോസ്റ്റ് കാണാൻ. ആ ഒരു സ്പോർട്ടിനെസ് ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബാക്കിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് നല്ല ഹീറ്റ് ഇത് ജനറേറ്റ് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും മറ്റു പർപ്പസിനും ഒക്കെ വേണ്ടിയിട്ട് സ്പോയിലറും ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കിലൊരു ക്യാമറ യൂണിറ്റ് ഒക്കെ കാണാം കേട്ടോ. വാവ്, ശരിക്കും നല്ല രസമുണ്ടല്ലോ ഈ ബാക്ക് ഭാഗം കാണാൻ. ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ശരിക്കും നമുക്കൊരു ഫീൽ ഗുഡ് തരുന്ന റിയർ പ്രൊഫൈലാണ്. ഇന്റീരിയർ ഞാൻ കാണിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്റീരിയറിനകത്തുണ്ട്. അതിന് മുമ്പ് ഇന്റീരിയറിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വൺ. ഇൻവോൾവ് വണ്ണിൻ്റെ ജോക്കർ സീരീസിൽ ഒരു പ്രത്യേക തരം ഇൻവോൾവ് വണ്ണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഒരു ആനിമി ക്യാരക്ടർ ഉണ്ട്, അതിനൊരു കീ ചെയിനും ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇതും ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ സാധനം ഇത് ഡാഷ്ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആ സാധനമാണത്. അതിന് താഴ്ഭാഗത്തൊരു ബ്രിക്ക് പോലെ സാധനമാണ്, അതിനകത്തുനിന്ന് നമുക്ക് നല്ല സ്മെല്ല് കിട്ടും. സോ ഇൻവോൾവ് കൊണ്ട് വാങ്ങാത്ത ആൾക്കാർ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഈ ഒരു വണ്ടി ഇവിടെ എത്താണ്ടായ കാരണം ഹർമൻ മോട്ടോഴ്സാണ്. അതേപോലെ ഞാനിവിടെ എത്താണ്ടായ കാരണം അവരുമായിട്ടുള്ളൊരു കണക്ഷനും അതുപോലെ തന്നെ അഷ്കർക്ക വിളിച്ച് സംസാരിച്ച് അഷ്കർ ഖാൻ്റെ സപ്പോർട്ടൊക്കെയാണ്. സോ അഷ്കർ ഖാക്കും അതുപോലെ തന്നെ ഹർമൻ മോട്ടോഴ്സിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ പ്രീമിയം കാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവർ നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ നിൽക്കുന്നത് കോഴിക്കോട്. എക്സ്റ്റീരിയറിനെക്കാളും ഹൈലൈറ്റുകൾ നമുക്ക് ഇൻറ്റീരിയറിൽ സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരാം. ഡോർ ഓപ്പണിംഗ് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഓപ്ഷനും കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഗ്ലാസ് ഓപ്ഷൻ ആഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോക്പിറ്റൊക്കെ പോലെ, അതായത് ഫൈറ്റർ ജെറ്റിൻ്റെ കോക്പിറ്റൊക്കെ പോലെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മക്ലാരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയറിലേക്ക് നോക്കൂ, ഫുള്ളി അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. എവിടെയും ലെതറില്ല. അൽക്കണ്ടാറ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രീമിയംനെസ് അത് ഡാഷ്ബോർഡിലാണെങ്കിലും സീറ്റിലാണെങ്കിലും സെൻട്രൽ കൺസോളിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് അൽക്കണ്ടാറ മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. സ്റ്റിയറിംഗ് വീലൊക്കെ ഒരു ഡി ഷേപ്പ്ഡ് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വെരി മിനിമൽ സ്റ്റിയറിംഗ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് കാണാൻ പറ്റില്ല, കാരണം ഒരു കൺട്രോളും ആ സ്റ്റിയറിംഗ് വീലിനകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നൈസ് അല്ലേ, സൂപ്പർ. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തേക്ക് കയറുകയാണ്. വേറൊരു കാര്യം ഞാൻ കാണിക്കാട്ടോ. ആക്ച്വലി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ഞാൻ ഇരുന്നിട്ട് അപ്പുറത്ത് ഓപ്പൺ ആക്കി കാണിക്കാം. കയറിയിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇങ്ങോട്ട് നോക്കും, ഇവിടെ ഉണ്ടോ, ഇത് പേഴ്സ്, മൊബൈൽ ഫോൺ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റികൾ വെക്കാം. ഇത് ഡ്രൈവർക്കും ഉണ്ട്, ഡ്രൈവറുടെ സൈഡിൽ. പക്ഷേ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇത് പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് ലോക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് വീണ് പോവാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി പർപ്പസിന് വെച്ചേക്കനാണ്. സോ അതിൽ നിന്നൊരു സാധനം എടുക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ്. സേഫ്റ്റിയാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അനോയിങ് പോലെയാണ് അല്ലേ. കാരണം എന്തെങ്കിലും എടുക്കാൻ മറന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറി ഇരുന്ന് അത് തുറന്ന് ബുദ്ധിമുട്ടാണ്. പ്രശ്നമില്ല. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബട്ടൺ ആക്ച്വലി ഇവിടെ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഉണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു വാഹനത്തെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. അതുകൊണ്ടോ ആക്റ്റീവായിട്ട് വരുന്നു. യെസ്, ഇപ്പോൾ നമുക്ക് വലിയൊരു ഡിജിറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആക്റ്റീവായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനി നമ്മൾ റേസ് മോഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡ്രൈവ് മോഡ് നമ്മൾ ട്രാക്ക് മോഡിലേക്ക് മാറ്റുകയാണെങ്കിലും ഇത് ഫോൾഡായി പോവാറുണ്ട്. അത് നമുക്ക് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിക്കാം. ഏതൊക്കെ സമയത്ത് ഫോൾഡ് ചെയ്യണം, ഏതൊക്കെ സമയത്ത് നീർന്നു വെക്കാം എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബട്ടൺ ഉപയോഗിച്ചിട്ടും നമുക്കിതിനെ മാനേജ് ചെയ്യാവുന്ന. അപ്പോൾ ഇവിടെ നോക്കിയാൽ അവിടെ ക്ലോസ് ഡ്രൈവർ ഡോർ ടു കണ്ടിന്യൂ, അതുപോലെ തന്നെ എന്നിലാണ് ഓട്ടോ സ്റ്റാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡോമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അറിയാതെ കൈയട്ടി വൈപ്പർ ഓൺ ആയിട്ടുണ്ട് അതിനിടയിൽ കൂടെ. ഇനി ഡോർ ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ ഇത് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അത് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൂടെ അതൊന്ന് കാണിക്കാവുന്നതാണ്. ഇനി എ സി വെൻറ്റ്. ഈ എ സി വെൻറ്റുകൾ 2 തരത്തിലുണ്ട്. ഇവിടെ റൗണ്ടും ഇവിടെ നീളത്തിലുമാണ്. ഈ എ സി വെൻറ്റിൻ്റെ പ്രത്യേകത, ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. അതായത് ഈ എ സി വെൻറ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ക്ലോസ് ആണ്, അവിടുന്ന് കാറ്റ് വരില്ല. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റ് വരും. ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചാൽ, ഇപ്പോൾ അത് ക്ലോസ് ആണ്, ഇങ്ങോട്ട് തിരിച്ചാൽ ഓൺ ആവും. അത് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആവും, ഇങ്ങോട്ട് തിരിച്ചാൽ ഓൺ ആവും. അങ്ങനെ പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നോക്കിയാൽ ഫുള്ള് അൽക്കണ്ടാറ മെറ്റീരിയലിൻ്റെ അതിപ്രസരമാണ് എന്ന് പറയാം. ഇവിടെയൊക്കെ നോക്കിയാൽ അൽക്കണ്ടാറ അങ്ങനെ ചുരുക്കി വെച്ചേക്കണം ഭംഗിക്ക് വേണ്ടി. പിന്നെ ഇവിടെ നമുക്ക് 2 ഗേജുകൾ കാണാം. ഇത് ആക്ച്വലി വാർണിംഗ് ലൈറ്റുകളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇതൊക്കെ നോക്കിയാൽ വൈപ്പറിൻ്റെ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആൻഡ് നാരോ സെറ്റപ്പാണ്. മക്ലാരൻ 720S എന്ന് പറയുന്നൊരു പ്ലേറ്റ് ഇവിടെ കാണാം. പാർക്ക് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെവേർ ആൻഡ് വിൽക്കിൻസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്.
അതിലൊരു ട്യൂട്ടർ ഇവിടെ ഉണ്ട്, സ്പീക്കർ ഇതാ ഇവിടെ കേട്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടേക്ക് വരാം. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററിന് ഇവിടെ കാണാം. ഇനി പറയാനുള്ളത് ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ്. ഇനി ഇതാണ് ഇതിന്റെ കീ വരുന്നത്. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കീ അല്ലേ, അങ്ങനെ മക്ലാറിന്റെ ലോഗോ, അത് ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള കൺട്രോൾ, ലോക്ക് അൺലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അത് ഇവിടെ വെക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു പോക്കറ്റിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ചാടി കളിച്ചോണ്ടിരിക്കില്ല എന്നുള്ളത്. ഇനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വെർട്ടിക്കലിയാണ് പ്ലേസ് ചെയ്തേക്കണേ. പക്ഷെ നമ്മൾ റിവേഴ്സ് ഗിയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്യാമറ വ്യൂ വരുന്നതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിലിപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്യാമറ വ്യൂ കോൾ ചെയ്തേക്കുന്നത് ഇതിലേക്കാണ്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള വിസിബിലിറ്റിയും കിട്ടും. പിന്നെ മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റും. കുറച്ചും കൂടി നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇനി ഇതിൽ കൺട്രോൾസ്, ടെമ്പറേച്ചറിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഡ്രൈവ് മോഡിന്റെ സെലക്ഷൻ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ലോഞ്ച് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം. ഹസാർഡ് ലാമ്പിന്റെ ബട്ടൺ ഇവിടെ കാണാം. ഈ എയറോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ സ്പോയിലറിന് ആക്റ്റീവ് ആക്കാൻ പറ്റും. ഇനി ഈ രണ്ട് കൺട്രോളുകൾ, താഴത്തത് ഡ്രൈവ് മോഡാണ്, കംഫർട്ട് മോഡ്, സ്പോർട്ട് മോഡ്, ട്രാക്ക് മോഡ്. മുകളിലത്തത് സസ്പെൻഷന്റെ കൺട്രോളാണ്. അപ്പോൾ ട്രാക്ക് മോഡിലും നമുക്ക് സസ്പെൻഷനെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാനുവലി ഓപ്പറേറ്റിംഗ് ആണ് അത് കൊടുത്തേക്കണത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നൈസ്. ഇനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരാം. ഇത് ആക്ച്വലി ടച്ച് സ്ക്രീൻ ആണ്, അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെറ്റിങ്സിലേക്ക് വരാം. ഇനി ഇതിൻ്റെ വെഹിക്കിൾ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്രൈവർ ഡിസ്പ്ലേ ഡിപ്ലോയ്മെന്റ് മോഡ് കണ്ടില്ലേ, ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതാക്കാം. ഫോൾഡ് ഇൻ ട്രാക്ക് മോഡ് ഉള്ളി, ട്രാക്ക് മോഡിൽ മാത്രം ഫോൾഡ് ആക്കാം. അല്ലെങ്കിൽ ഓൾവേസ് ഫോൾഡഡ് എന്നാക്കാൻ പറഞ്ഞത് ഫോൾഡ് ആയി. അതേപോലെ ഓൾവേസ് ഓപ്പൺ ആക്കാം, അപ്പോൾ ഇത് ഓൾവേസ് ഓപ്പൺ ആയിട്ട് നിൽക്കും. സോ ഓരോ മോഡ് അനുസരിച്ചും നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ളത് ഫോൾഡഡ് ഇൻ സ്പോർട്ട് മോഡ് ആൻഡ് ട്രാക്ക് മോഡ് എന്നാണ്. സോ നമ്മൾ ട്രാക്ക് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫോൾഡ് ആവും എന്നുള്ളതാണ്. സോ ട്രാക്ക് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഫോൾഡ് ആവും എന്നാണ് അതിൻ്റെ ചുരുക്കം. അതേപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിന് പുഷ് ചെയ്തിട്ട് തുറന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്താണ് ചാർജിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ ഉണ്ട് കേട്ടോ, അതും ഇതിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ മോഡിലേക്ക് ഇട്ടേക്കാണ് ഇപ്പോൾ വണ്ടീനെ. യെസ്, ഡാഷ്ബോർഡൊക്കെ നോക്കിയാൽ നൈസ് അല്ലേ, ഭയങ്കര പ്രീമിയം ആയിട്ടാണ് അതും ഇവർ സെറ്റ് ചെയ്തേക്കണത് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടി ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കുറേ നേരം തുറന്നു വെച്ചുകൊണ്ടും ആ ഒരു ഇത് കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കാണിക്കാനുള്ള വെച്ചാൽ ഇപ്പോൾ ഇത് ട്രാക്ക് മോഡിലാണെന്നുണ്ടെങ്കിൽ, അതായത് റേസ് മോഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടയറിൻ്റെ ടെമ്പറേച്ചർ കാണിക്കും കേട്ടോ. കാരണം ഒരു റേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. വേറൊരു കാര്യം, ഇതിനകത്ത് ഡ്രിഫ്റ്റ് മോഡ് ഉണ്ട്. ഇനി ഈ വണ്ടി നമ്മൾ ഓഫ് ചെയ്യണമെന്ന് വെച്ചോളി, വണ്ടി നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് ഇവിടെ നമുക്ക് ബാറ്ററി ലൈഫ് കാണിക്കും വേണ്ട, ബാറ്ററി 41 days, അതായത് 41 ദിവസവും നിർത്തിയിട്ടാൽ ബാറ്ററി ഡ്രെയിൻ ആവില്ല എന്നാണ് അത് കാണിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു വണ്ടിയുള്ള ആൾക്ക് എന്തായാലും ഒരു മൾട്ടിപ്പിൾ വണ്ടികൾ ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് അവർക്കറിയാം എത്രാമത്തെ ദിവസം ഇത് വീണ്ടും എടുത്ത് ഓടിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കൂടി ഇത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ അല്ലേ? വേറൊരു കാര്യം, ഈ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ചെറിയ ഡിസ്പ്ലേ, അതിനകത്ത് എന്ത് കാണിക്കണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ പറയുന്ന പോലെ ഇതിനകത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വണ്ടി അല്ലാത്തതുകൊണ്ട് വെക്കാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം, ഇതിന് വാലേ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. വാലേ മോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാലയിൽ കൊടുത്തിട്ട് ഷോപ്പിംഗ് മോളിലോ മറ്റോ കയറി പോകുന്ന സമയത്ത് നമുക്ക് വാലേ മോഡ് ആക്റ്റീവ് ആക്കാം. അങ്ങനെ ആക്റ്റീവ് ആക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ വരെ മാത്രമേ ടോപ്പ് സ്പീഡ് കൊണ്ടുപോകാൻ പറ്റും, ടോപ്പ് ഗിയർ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 35 മൈൽസ് വേഗതയിൽ കൂടുതൽ ഇത് ഓടിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. സോ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വാലേ മോഡ് ആക്റ്റീവ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി ഇതാണ് ഫ്രണ്ട് സ്പേസ്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുപോലെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ലാമ്പും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ് അല്ലേ? ശരിക്കും പ്രോപ്പറായിട്ട് എയറോഡൈനാമിക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 2 seat സ്പോർട്സ് കാറാണ് മെക്ലാരൻ. ആസ് യു നോ, ഒരുപാട് ട്രാക്ക് റെക്കോർഡുകളുള്ള ഒരു മോഡലാണ്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാട്ടെ. ഞാൻ മുഖത്തേക്ക് പോകാൻ വരുന്നുണ്ട്. അടിപൊളി, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഏതായാലും ഒരുപാട് സന്തോഷം ഈ ഒരു സാധനത്തിന് അടുത്ത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞതിൽ. പെർഫോമൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വേറെ ലെവലാട്ടോ. ഒരു 4 ലിറ്റർ എഞ്ചിനാണ്, 771 ഹോഴ്സ് പവർ ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇത് എത്രമാത്രം ഫാസ്റ്റർ ആണ് എന്നുള്ളൊരു കാര്യം. എനിവേ, ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഡോ ഇലക്ട്രിക് മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്ഥാപനമാണ്. അതിന് മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൻ്റെ ഓണറിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.